അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അൻആമിൻ്റെ 122 മുതലുള്ള വചനങ്ങളിലേക്ക്. ലോകം അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ ആണ്ടുപോയ ഘട്ടം, മാർഗദർശനമേതുമില്ലാതെ ചൈതന്യമറ്റ മനുഷ്യ സമൂഹം, ദിശയറിയാത്ത സഞ്ചാരം. അവരിലേക്ക് വിജ്ഞാനത്തിൻ്റെ പ്രകാശവർഷമായി വിശുദ്ധ ഖുർആൻ പെയ്തിറങ്ങി. അവരിൽ ഒരു വിഭാഗം ഇരു കൈകളും നീട്ടി ആ പ്രകാശത്തെ സ്വീകരിക്കുകയും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ പ്രക്ഷോഭിതമാവുകയും ചെയ്തു. എന്നാൽ മറ്റൊരു കൂട്ടരാകട്ടെ തങ്ങൾ തുടർന്നു വന്ന പാരമ്പര്യങ്ങളെയും കീഴ്വഴക്കങ്ങളെയും മുറുകെ പിടിച്ചു. തങ്ങളുടേത് ഏറ്റവും നല്ല മാർഗമാണെന്ന് അവർക്ക് തോന്നിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ രണ്ടു കൂട്ടരുടെയും ഉപമയാണ് തുടർന്നു വരുന്ന വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നത്. തുടർന്ന് കേൾക്കുക, ചിന്തിച്ച് മനസ്സിലാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ കദാലിക സുയ്യിന ലിൽകാഫിരീന മാ കാനൂ യഅമലൂൻ. നിർജീവ അവസ്ഥയിലായിരിക്കെ നാം ജീവൻ നൽകുകയും നാം ഒരു പ്രകാശം നൽകിയിട്ട് അതുമായി ജനങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവന്റെ അവസ്ഥ പുറത്തു കടക്കാനാകാത്ത വിധം അന്ധകാരങ്ങളിൽ അകപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവൻ്റേത് പോലെയാണോ? അങ്ങനെ സത്യനിഷേധികൾക്ക് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها وما يمكرون إلا بأنفسهم وما يشعرون. അതേ പ്രകാരം തന്നെ ഓരോ നാട്ടിലും കുതന്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ അവിടുത്തെ കുറ്റവാളികളുടെ തലവന്മാരെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നത് അവർക്കെതിരിൽ തന്നെയാണ്. അതിനെപ്പറ്റി അവർ ബോധവാന്മാരാകുന്നില്ല. മക്കയിലെ ഖുറൈശി പ്രമുഖരിൽ നിന്നും അതിശക്തമായ എതിർപ്പുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബാക്കൾക്കും നേരിടേണ്ടി വന്നത്. സത്യമാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടാകും. എന്നാൽ അവർ പ്രയോഗിക്കുന്ന കുതന്ത്രങ്ങളുടെ ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള താക്കീതാണ് ഇവിടെ നൽകുന്നത്. وَإِذَا جَاءَتْهُمْ آيَةٌ قَالُوا لَن نُّؤْمِنَ حَتَّى نُؤْتَىٰ مِثْلَ مَا أُوتِيَ رُسُلُ اللَّهِ اللَّهُ أَعْلَمُ حَيْثُ يَجْعَلُ رِسَالَتَهُ سَيُصِيبُ الَّذِينَ أَجْرَمُوا صَغَارٌ عِندَ اللَّهِ وَعَذَابٌ شَدِيدٌ بِمَا كَانُوا يَمْكُرُونَ. അവർക്ക് വല്ല ദൃഷ്ടാന്തവും വന്നാൽ അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടതുപോലുള്ളത് ഞങ്ങൾക്കും ലഭിക്കുന്നതുവരെ ഞങ്ങൾ വിശ്വസിക്കുകയേയില്ല എന്നായിരിക്കും അവർ പറയുക. എന്നാൽ അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം തൻ്റെ ദൗത്യം എവിടെയാണ് ഏൽപ്പിക്കേണ്ടതെന്ന്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് തങ്ങൾ പ്രയോഗിച്ചിരുന്ന കുതന്ത്രത്തിൻ്റെ ഫലമായി അള്ളാഹുവിങ്കൽ ഹീനതയും കഠിനമായ ശിക്ഷയും വന്നു ഭവിക്കുന്നതാണ്. തങ്ങൾ വിശ്വസിക്കണമെന്ന ആവശ്യം അള്ളാഹുവിന് ഉണ്ടെങ്കിൽ ദിവ്യ സന്ദേശങ്ങൾ തങ്ങൾക്കും എത്തിച്ചു തരട്ടെ, എന്നാൽ വിശ്വസിക്കാം എന്നതായിരുന്നു അറേബ്യയിലെ സത്യനിഷേധികളിൽ ചിലരുടെ നിലപാട്. فَمَن يُرِدِ اللَّهُ أَن يَهْدِيَهُ يَشْرَحْ صَدْرَهُ لِلْإِسْلَامِ وَمَن يُرِدْ أَن يُضِلَّهُ يَجْعَلْ صَدْرَهُ ضَيِّقًا حَرَجًا كَأَنَّمَا يَصَّعَّدُ فِي السَّمَاءِ كَذَلِكَ يَجْعَلُ اللَّهُ الرِّجْسَ عَلَى الَّذِينَ لَا يُؤْمِنُونَ.
ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ്. ഏതൊരാളെ അള്ളാഹു പിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കി തീർക്കുന്നതാണ്. അവൻ ആകാശത്തിലൂടെ കയറിപ്പോകുന്നത് പോലെ. വിശ്വസിക്കാത്തവരുടെ മേൽ അപ്രകാരം അള്ളാഹു ശിക്ഷ ഏർപ്പെടുത്തുന്നു. ഒരു വ്യക്തിയെ നേർവഴിയിലേക്ക് നയിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ സന്മാർഗം പ്രാപിക്കാൻ അർഹനായാൽ, ഇസ്ലാം ആശ്ലേഷിക്കുവാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അള്ളാഹു പാകപ്പെടുത്തും. ഇനി ദുർമാർഗത്തിനാണ് അർഹനെങ്കിലോ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിൽ അയാളുടെ ഹൃദയം ഇടുങ്ങിയതായിത്തീരും. ദുർമാർഗത്തിൽ അടിയുറച്ചു പോയതിനാൽ സത്യം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവർക്കുള്ള ഉപമയാണ് അള്ളാഹു ഇവിടെ വിവരിച്ചിട്ടുള്ളത്. കുത്തനെ മുകളിലേക്ക് കയറുന്ന ഒരാളുടെ അവസ്ഥ. ഉയരം ചെല്ലുംതോറും ഞെരുക്കം അധികരിക്കുന്നു, ഹൃദയമിടിപ്പ് ക്രമം തെറ്റുന്നു, ശ്വാസഗതിക്ക് പ്രയാസമുണ്ടാകുന്നു. സത്യം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവർക്കുള്ള ഉപമയാണിത്. ഇത്തരം ഞെരുക്കങ്ങളാണ് അവർക്ക് അനുഭവപ്പെടുക. വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമാ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമിൻ യദ്ദക്കറൂൻ. താങ്കളുടെ രക്ഷിതാവിന്റെ നേരായ മാർഗമാണിത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ സമാധാനത്തിന്റെ ഭവനമുണ്ട്. അവൻ അവരുടെ രക്ഷാധികാരിയായിരിക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമത്രേ അത്. وَيَوْمَ يَحْشُرُهُمْ جَمِيعًا يَا مَعْشَرَ الْجِنِّ قَدِ اسْتَكْثَرْتُمْ مِنَ الْإِنسِ وَقَالَ أَوْلِيَاؤُهُمْ مِنَ الْإِنسِ رَبَّنَا اسْتَمْتَعَ بَعْضُنَا بِبَعْضٍ وَبَلَغْنَا أَجَلَنَا الَّذِي أَجَّلْتَ لَنَا قَالَ النَّارُ مَثْوَاكُمْ خَالِدِينَ فِيهَا إِلَّا مَا شَاءَ اللَّهُ إِنَّ رَبَّكَ حَكِيمٌ عَلِيمٌ. അവരെയെല്ലാം അവൻ, അതായത് അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ജിന്നുകളോട് അവൻ പറയും, ജിന്നുകളുടെ സമൂഹമേ, മനുഷ്യരിൽ നിന്ന് ധാരാളം പേരെ നിങ്ങൾ പിഴപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ നിന്നുള്ള അവരുടെ ഉറ്റമിത്രങ്ങൾ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ ചിലർ മറ്റു ചിലരെ കൊണ്ട് സുഖമനുഭവിക്കുകയുണ്ടായി. അഥവാ പിശാച് നിശ്ചയിച്ച ഘടനയിലൂടെ ജീവിതം ഞങ്ങൾ ആസ്വദിച്ചു. നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധിയിൽ ഞങ്ങളിതാ എത്തിയിരിക്കുന്നു. അവൻ പറയും, നരകമാണ് നിങ്ങളുടെ പാർപ്പിടം. അള്ളാഹു ഉദ്ദേശിച്ച സമയമൊഴികെ നിങ്ങളതിൽ നിത്യവാസികളായിരിക്കും. തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് യുക്തിമാനും സർവജ്ഞനുമാകുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം എന്നാണ്. മനുഷ്യ പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗം. പ്രപഞ്ചനാഥനായ അള്ളാഹു നിർദ്ദേശിച്ച കൃത്യവും സുതാര്യവുമായ നന്മയുടെ വഴി. ചിന്തിച്ച് ഗ്രഹിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നു. അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ചവരെ അള്ളാഹു കൈവിടില്ല എന്ന് മാത്രമല്ല, അവർക്ക് അള്ളാഹു എന്നും രക്ഷാധികാരി ആയിരിക്കുകയും ചെയ്യും, ഐഹിക ജീവിതത്തിലും മരണാനന്തരവും. അത്തരക്കാർക്ക് അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്തയാണ് സമാധാനത്തിന്റെ ഗേഹം അഥവാ സ്വർഗം. സകലരെയും ഒരുമിച്ച് കൂട്ടുന്ന പരലോകത്തെ ഒരു രംഗമാണ് 128 അള്ളാഹു വിവരിക്കുന്നത്. ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ നാം അറിയാത്ത രൂപത്തിൽ നമ്മെ വഴിതെറ്റിക്കുന്നതിനായി നിരന്തരം ശ്രമിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്ഷണികമായ സന്തോഷങ്ങളും സുഖാനുഭവങ്ങളും ശേഷം ഗുരുതരമായ ഭവിഷ്യത്തുകളും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിശാചുക്കൾ ദുർബോധനം ചെയ്യുന്നത്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട സത്യനിഷേധികൾ പരലോകത്ത് ഖേദം പ്രകടിപ്പിക്കുകയാണ്. തങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയി. നീ നിശ്ചയിച്ച അവധി പൂർത്തിയാക്കി ഞങ്ങളിതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ശാശ്വതമായ നരകമാണ് നിങ്ങൾക്കുള്ള പ്രതിഫലമെന്ന് അള്ളാഹു മറുപടി നൽകുന്നതാണ്. കൂടുതൽ വിവരണങ്ങൾ സൂറത്തുൽ ഹൂദിൽ വരുന്നുണ്ട്. അക്രമികളായ ജിന്നുകളും മനുഷ്യരും പരസ്പരം സഹവസിച്ച് പ്രവർത്തിച്ചതുപോലെ അക്രമികളെ പരസ്പരം ബന്ധപ്പെടുത്തുമെന്നാണ് തുടർന്നു വരുന്ന വചനത്തിൽ
അള്ളാഹു വ്യക്തമാക്കുന്നത്. വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. അപ്രകാരം ആ അക്രമികളിൽ ചിലർക്ക് നാം കൂട്ടാളികളാക്കുന്നു. അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമത്രേ അത്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി അലം യഅതികും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ ഖാലൂ ശഹിദ്നാ അലാ അൻഫുസിനാ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയും ഈ ദിവസത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് താക്കീത് നൽകുകയും ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വരികയുണ്ടായില്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾക്കെതിരായി തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്ന് സ്വദേഹങ്ങൾക്കെതിരായി തന്നെ അവർ സാക്ഷ്യം വഹിച്ചു. പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യം ഇവിടെ ഉദ്ധരിക്കുക വഴി ശക്തമായ മുന്നറിയിപ്പാണ് അള്ളാഹു നൽകുന്നത്. ദുരന്തപൂർണമായ അവസ്ഥയിൽ നിന്നും രക്ഷ നേടാനുള്ള മുന്നൊരുക്കത്തിനുള്ള അവസരം കൂടിയാണത്. ഐഹിക ജീവിതത്തിൽ മതിമറന്ന് പരലോകത്തെ വിസ്മരിച്ചു എന്നതാണ് ഇഹലോക ജീവിതം അവരെ വഞ്ചിതരാക്കി എന്ന് പറഞ്ഞതിൻ്റെ സാരം. ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തെറ്റായ ചിന്തകളുടെയും അർത്ഥശൂന്യമായ അഭിപ്രായഗതികളുടെയും പേരിൽ അവരെ ആക്ഷേപിക്കുകയാണിവിടെ. കാരണം ക്ഷണികമായ ഭൗതികതയിലും സുഖാനുഭൂതികളിലും അവർ വഞ്ചിതരായിപ്പോയി. പരലോകത്തെ നിശേഷം അവഗണിച്ചു. ഒടുവിൽ സ്വന്തത്തിന് തന്നെ എതിരായി സാക്ഷി നിൽക്കാൻ നിർബന്ധിതരായി തീർന്നു. ശാശ്വത ശിക്ഷയ്ക്ക് തങ്ങളിതാ തല കുനിച്ചിരിക്കുന്നു എന്നും അവർ ഏറ്റുപറയും. തഫ്സീർ ബൈളാവി 182 വിവരിക്കുന്നു. ذَلِكَ أَنْ لَمْ يَكُنْ رَبُّكَ مُهْلِكَ الْقُرَى بِظُلْمٍ وَأَهْلُهَا غَافِلُونَ. നാട്ടുകാർ സത്യത്തെപ്പറ്റി ബോധവാന്മാരല്ലാതിരിക്കെ അവർ ചെയ്ത അക്രമത്തിന്റെ പേരിൽ താങ്കളുടെ രക്ഷിതാവ് നാടുകൾ നശിപ്പിക്കുന്നവനല്ല എന്നതിനാൽ അത്രയത്. അതായത് ദൂതന്മാരെ നിയോഗിച്ചത്. വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലൂ വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി പല പദവികളുണ്ട്. അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി താങ്കളുടെ രക്ഷിതാവ് ഒട്ടും അശ്രദ്ധനല്ല. പ്രവാചകന്മാരിലൂടെയോ പ്രബോധകരിലൂടെയോ ദൈവിക സന്ദേശം അറിയാൻ അവസരം ലഭിച്ചിട്ടില്ലാത്തവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. സൽക്കർമ്മകാരികൾക്ക് സ്വർഗവും ദുഷ്കർമ്മകർക്ക് നരകവും പ്രതിഫലം നൽകും. കർമ്മങ്ങളുടെ അളവും പദവിയും അനുസരിച്ച് പ്രതിഫലങ്ങളും വ്യത്യസ്തമാകും. ഇബ്നുൽ ജൗസി എഴുതുന്നു, ദറജാത്ത് അഥവാ പദവികൾ എന്ന് ആ പ്രതിഫലത്തിന് പറയാൻ കാരണം ഉയർച്ചയിലും താഴ്ചയിലും അവ വ്യത്യസ്തമായതിനാലാണ്. സാദുൽ മസീർ 3:124 വ്യക്തമാക്കുന്നു. വറബ്ബുകൽ ഗനിയ്യു ദിർ റഹ്മ ഇൻ യശഅ യുദ്ഹിബുകും വയസ്തഖ്ലിഫ് മിൻ ബഅദികും മാ യശാഉ കമാ അൻശഅകും മിൻ ദുർരിയ്യതി ഖൗമിൻ ആഖരീൻ. താങ്കളുടെ രക്ഷിതാവ് പരാശ്രയമുക്തനും കാരുണ്യവാനുമാകുന്നു. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ നീക്കം ചെയ്യുകയും നിങ്ങൾക്ക് ശേഷം അവൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ജനതയെ പകരം കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. മറ്റൊരു ജനതയുടെ സന്തതികളിൽ നിന്ന് നിങ്ങളെ അവൻ വളർത്തിയെടുത്തതുപോലെ. അള്ളാഹുവിൻ്റെ അതിരറ്റ കാരുണ്യത്താലാണ് പ്രവാചകന്മാരെ ജനങ്ങളിലേക്ക് നിയോഗിക്കുന്നത്. ജനങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ധിക്കരിക്കുന്ന പക്ഷം അവരെ നശിപ്പിക്കുകയും മറ്റൊരു സമൂഹത്തെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിന് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. പൊടുന്നനെ
സംഹാരാത്മക ശിക്ഷയിറക്കി മനുഷ്യനെ അള്ളാഹു പിടികൂടിയേക്കുമോ എന്ന താക്കീതാണ് ഈ സൂക്തത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് അൽ ബഹറുൽ മുഹീത്ത് 4:225 വിവരിക്കുന്നു. ഇന്നമാ തുഅദൂന ലആത് വമാ അൻതും ബിമുഅ്ജിസീൻ. തീർച്ചയായും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന ആ കാര്യം വരിക തന്നെ ചെയ്യും. ആ വിഷയത്തിൽ അള്ളാഹുവെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഖുൽ യാ ഖൗമി അഅ്മലൂ അലാ മകാനതികും ഇന്നി ആമിൽ ഫസൗഫ തഅലമൂന മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. നബിയെ പറയുക, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. തീർച്ചയായും ഞാനും അങ്ങനെ പ്രവർത്തിക്കാം. ലോകത്തിൻ്റെ പര്യവസാനം ആർക്ക് അനുകൂലമായിരിക്കുമെന്ന് വഴിയെ നിങ്ങൾക്ക് അറിയാം. അക്രമികൾ വിജയം വരിക്കുകയില്ല തന്നെ, തീർച്ച. ഉയർത്തെഴുന്നേൽപ്പും അന്ത്യവിചാരണയും വരാനിരിക്കുന്നു, അതിൽ സംശയിക്കുകയേ വേണ്ട. ഓരോരുത്തർക്കും അവരർഹിക്കുന്ന കർമ്മഫലം ലഭിക്കുക തന്നെ ചെയ്യും. പരലോകത്ത് രക്ഷാശിക്ഷകളുണ്ട് എന്ന വാഗ്ദാനം അത് സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവെ പരാജയപ്പെടുത്താം എന്ന വ്യാമോഹം ആരും വെച്ചു പുലർത്തേണ്ടതില്ല. യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുകയും അധാർമിക ജീവിതം നയിക്കുകയും ചെയ്യുന്നവർ കരുതിയിരിക്കുക എന്ന മുന്നറിയിപ്പാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. മക്ക മുശ്രിക്കുകളുടെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം. നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് ജീവിച്ചു കൊള്ളുക, എനിക്ക് എൻ്റെ നിലപാടുകളും. എന്നാൽ അന്തിമ വിജയം ആർക്കാണെന്ന് വഴിയേ അറിയാം. അക്രമികൾ വിജയം വരിക്കുകയില്ല തന്നെ എന്ന ഉറപ്പും അള്ളാഹു നൽകുന്നു. സൂറത്തുൽ അൻആം 122 മുതൽ 135 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 136 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.